ജയേ, ഞാനിവിടെ വന്നത് ഭാവനയ്ക്കൊരു സഹായത്തിനാണെന്ന് വിചാരിക്കാം. ഇവനെ ഇവിടെ എന്തിനാ നിർത്തിയിരിക്കുന്നത്? അത് യാതൊരു ബന്ധവുമില്ലാതെ. ബന്ധമില്ലാന്ന് മാത്രം ആന്റി പറയരുത്. മാനസ എന്റെ പെണ്ണാ. അവൾ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ കാണും. എന്തോന്നാ ജയത്, നിനക്കിപ്പോ നാവില്ലേ? ഇവൻ എന്തൊക്കെയായി പറയുന്നത്? എടി പെണ്ണെ, നീയും ഇവനും കൂടെ ഉള്ള ഒത്തുകളിയാണോ ഇവിടെ നടക്കുന്നത്? ആന്റി വെറുതെ ഇല്ലാത്ത കാര്യമൊന്നും പറയണ്ട. അല്ല, ലക്ഷണം കണ്ടിട്ട് എനിക്കങ്ങനെയാ തോന്നുന്നത്. എല്ലാരും ഉണ്ടല്ലോ. ആ ദേ, ഞാനിതാ വീണ്ടും വന്നിരിക്കുന്നു. എന്റെ മക്കളോട് പോയി പറയുന്നില്ല അജയ? ചെല്ല്. ദേ നോക്ക്, ഇനി എനിക്കെതിരെ നീ എന്തെങ്കിലും ഇവിടെ കാണിച്ചാ അമ്മക്കുത്ത് ഞാനങ്ങ് തരും. പിന്നെ നീ 7 നാളെ കണ്ണു തുറക്കൂ കേട്ടോ. ജയേ, നീയും കൂടെ നിന്റെ ആങ്ങളോടൊന്ന് പറഞ്ഞേക്ക്, എന്റെ അച്ഛനപ്പൂപ്പന്മാരായിട്ട് പറഞ്ഞു തന്ന അടവൊന്നും എന്നെ കൊണ്ട് എടുപ്പിക്കരുതെന്നോ. ഒന്നങ്ങ് തരട്ടടാ. അതെ, സൂര്യ പറഞ്ഞിട്ടാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് സൂക്ഷിച്ച് കളിക്കണം. ഡാ, നിന്നോടും കൂടെയാ പറയുന്നത്. എന്നെ വിട്ടേക്ക് ആന്റി. ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒതുങ്ങിക്കൂടി അങ്ങ് ജീവിച്ചോളാം. ആ, പറയും പോലെ നിനക്കിവിടെ താമസിക്കാനുള്ള പെർമിഷൻ തന്നതേ മാനസയല്ലേ? ഞാനെന്തിനാ ഇതിലൊക്കെ ഇടപെടുന്നത്? ആന്റി, ഞാൻ ആർക്കും പെർമിഷൻ ഒന്നും കൊടുത്തിട്ടില്ല. എന്താ ചെയ്ത്? ഇതിലാരാ നല്ല നടൻ നല്ല നടിയെന്നറിയാൻ ക്ലൈമാക്സ് വരെ കാത്തിരിക്കേണ്ടി വരുമല്ലോ. അക്കാര്യത്തിൽ ജാനകി കാത്തിരിക്കണമെന്നില്ല. എനിക്കറിയാം ഒരു തീരുമാനം ഉണ്ടാക്കാൻ. മതി ജയേ, ഞാൻ എന്റെ ഒരു അഭിപ്രായം പറഞ്ഞേ ഉള്ളൂ. എന്റെ ബലമായ സംശയം ഇവര് 4 ആളും കൂടി ഒരുമിച്ച് കളിക്കുന്ന നാടകമാണോ ഇതെന്നാ. അനാവശ്യം പറയരുത് കേട്ടോ. അനാവശ്യമാണോ കാര്യമാണോ ഞാൻ പറഞ്ഞതെന്നൊക്കെ അധികം വൈകാതെ തന്നെ ജയക്ക് മനസ്സിലാവും. ഭാവനെ നിർബന്ധപൂർവ്വം ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ജയ കാണിച്ച ആർജവം ദേ ഇവനെയും ഈ അജയനെയും ഭാര്യയെ ഇവിടുന്ന് ഇറക്കി വിടാൻ കൂടെ കാണിച്ചാലേ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇതിനേക്കാളും വലിയ തലവേദനയായിരിക്കും ജയ ഇനി അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് വീണ്ടും ഞങ്ങളെ പടിയിറക്കാനാ ഭാവങ്ങളെ ഞങ്ങൾ നോക്കി നിൽക്കത്തില്ല കേട്ടോ. ദേ, ജയോടുള്ള സ്നേഹം കൊണ്ടാ ഞാനിത് പറയുന്നത്. ജാനകി ചെല്ല്, ഇവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ, ജയ തന്നെ നോക്കണം, അല്ലാതെ എനിക്ക് നോക്കാൻ പറ്റത്തില്ലല്ലോ. എന്തോ എന്നാ ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. മാറാ അങ്ങോട്ട്. വീണ്ടും എന്തിനാണാവോ കെട്ടി എഴുന്നള്ളിച്ചിരിക്കുന്നത്? എന്നാലും മറന്നു.